നമസ്കാരം. ഇന്റർവ്യൂ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് വീമ്പ് പറഞ്ഞ് നടക്കുന്ന സർക്കാരിനോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടങ്ങൾ തകർന്നു വീണ് മരിക്കാനിടയായ ബിന്ദു എന്ന സ്ത്രീ. ഈ ഒരു വിഷയത്തിൽ എന്നോടൊപ്പം പ്രതികരിക്കാനുള്ളത് ഡോക്ടർ സാജൻ വി എഡിസൺ, KSU സംസ്ഥാന കൺവീനറാണ്, ഡോക്ടറാണ്, സാമൂഹ്യ നിരീക്ഷകനാണ്. സ്വാഗതം ശ്രീ സാജൻ. നമ്മുടെ ഇന്നത്തെ വിഷയം അത് നേരത്തെ പറയുന്ന പോലെ തന്നെ ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞ് തള്ളിമറിച്ച സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്രയും ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നു. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ആശുപത്രി കെട്ടിടം അതിനകത്തേന് 14-ാം വാർഡ് ഇടിഞ്ഞു വീഴുന്നു. അതിനുശേഷം രക്ഷാപ്രവർത്തനം അടക്കം നടക്കുന്നത് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞാണ്. ആ 2.5 മണിക്കൂറാണ് ആ സ്ത്രീ ഇതിനകത്ത് ഈ മന്ത്രി വന്ന് പറയുമ്പോഴും ഇവിടെ ഒരു പ്രശ്നവും ഇല്ല, പരിക്കുകൾ ചെറിയ പരിക്കുകളെ ഉള്ളൂ, ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് പറയുമ്പോൾ പോലും 2.5 മണിക്കൂറാണ് ഈ സ്ത്രീ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് അടിയിൽ കിടന്ന് പ്രാണന് വേണ്ടി നിലവിളിച്ചത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ ഒരുപാട് സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളവർ കൂടിയാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ച്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് ഒട്ടും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് കുറച്ച് നാളുകളായി നമ്മുടെ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം വിഷയങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടുത്തായി ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീക്ക് വളരെ ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ആശുപത്രികൾ പോലും നമുക്ക് സംരക്ഷിക്കുവാനോ ആ രോഗികളുടെ ജീവൻ സംരക്ഷണത്തിന് ബാധ്യസ്ഥരായിരിക്കുന്ന ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്ന് നോക്കുകുത്തി പോലെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ചും ഇന്നുണ്ടായിരിക്കുന്ന സംഭവം തന്നെ, ഈ സംഭവം ഉണ്ടായി നിമിഷങ്ങൾക്കകം ആരോഗ്യമന്ത്രി വന്ന് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ബൈറ്റ് നൽകുകയാണ്. പ്രത്യേകിച്ചും ഇത്രയൊരു സംഭവം ഉണ്ടായി, അതിനെപ്പറ്റി എന്തൊക്കെയാണെന്ന് ആരായോ അല്ലെങ്കിൽ അവിടുത്തെ അധികാരിയുടെ ഏതെങ്കിലും പേഷ്യൻസ് അതിനുള്ളിലുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ വന്ന് മാധ്യമങ്ങളോട് അങ്ങ് സംസാരിക്കുകയാണ്. ഇവിടെ വേറെ ആരും കുടുങ്ങിയിട്ടില്ല, വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല എന്ന് പരസ്യമായി പറയുകയും, എന്നാൽ അത് കാരണം മണിക്കൂറുകളോളം രക്ഷാപ്രവർത്തനം വൈകി 2.5 മണിക്കൂറാണ് ആ ഒരു യുവതി, ആ ഒരു സ്ത്രീ ആ ഒരു ജീവന് വേണ്ടി പിടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് പൂർണ്ണ പരാജയമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം, ഏറ്റവും അടുത്ത സംഭവമാണ് ഇന്നുണ്ടായത്. ഇന്ന് എന്താണ് സംഭവിച്ചത്? 60-ാം വാർഡിൽ 60 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം 14-ാം വാർഡ് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം. ഇവരിപ്പോ അതിൽ വിശദീകരിക്കുന്നത് പുതിയൊരു കെട്ടിടം ഉണ്ടായിട്ടുണ്ട്, ആ കെട്ടിടത്തിലേക്ക് മാറാൻ പറഞ്ഞതെന്നുള്ള വാദങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോഴും ഓരോ ആശുപത്രിയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അപായ സൂചനയോ അല്ലെങ്കിൽ അങ്ങോട്ട് ആരും പ്രവേശിക്കുന്ന ഒരു ബോർഡ് പോലും സ്ഥാപിക്കാതെ ഒരു തരത്തിലുള്ള മുൻകരുതലും എടുക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് കോട്ടയം മെഡിക്കൽ കോളേജ് എന്നല്ല, ഇന്ന് പല മെഡിക്കൽ കോളേജുകളിലും, ഏറ്റവും അടുത്ത് നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികൾ പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം ഒരു അത്യാവശ്യം മരുന്ന് പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം. ഇന്നലെ ഞാൻ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഞാൻ സന്ദർശിച്ചു. അവിടുത്തെ ഫാർമസിയിൽ ഞാൻ ഒരു മരുന്ന് പാൻഡോപ്പ് എന്ന മരുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു. അത് സാധാരണ വ്യാപകമായിട്ട് ഒരു ഗ്യാസിന് കൊടുക്കുന്ന ഏതൊരു ആശുപത്രിയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മരുന്നാണ് പാൻഡോപ്പ് എന്ന മരുന്ന്. എന്നാൽ ആ ഒരു മരുന്ന് പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇല്ലാത്തൊരു സാഹചര്യം. ഇന്ന് ആരോഗ്യ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം കേരളം ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് PR ഏജൻസികളെ ഉൾപ്പെടെ ഏൽപ്പിച്ചുകൊണ്ട് വെറും ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി മാത്രം ഈ ആരോഗ്യ മേഖലയെ കാണുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ് കഴിഞ്ഞ കൊല്ലമായി ഈ കേരളം ഭരിക്കുന്നത്. ഈ കഴിഞ്ഞ 9 വർഷക്കാലം ഈ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ നേരിട്ടു നമുക്കൊന്ന് ജസ്റ്റ് വാർത്താ മാധ്യമങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. പ്രത്യേകിച്ചും ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം തന്നെ നമ്മൾ കേട്ടതാണ്. ഒരു യൂറോളജി വിഭാഗം മേധാവി, ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ ഇത്തരത്തിൽ ഉള്ള കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ തുടർന്ന് വന്ന ആരോഗ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ, അതിനുശേഷം വന്ന പോലീസ് നടപടികൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കേരളീയ പൊതുസമൂഹം ഈ സർക്കാരിന് എതിരാകുമെന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ഡോക്ടർ ഹാരിസിനെതിരെ ഒരു നടപടിക്ക് പോലും നീങ്ങാതിരുന്നത്. അല്ല എങ്കിൽ ഇവർ ഡോക്ടർ ഹാരിസിനെതിരെ ഉടൻ തന്നെ നടപടിയെടുത്തേനെ. ഇത്തരത്തിൽ ഇവർ പറയും കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. എന്നാൽ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും വ്യാപകമായി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു. ഇതിനുള്ള മറുപടി ആരാണ് നൽകേണ്ടത്? ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയുണ്ടായി, ഇതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന്. എന്നാൽ ഈ ഒരു സിസ്റ്റത്തിൽ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന് നേതൃത്വം നൽകുന്നത് ആരെന്ന് പോലും ആരോഗ്യമന്ത്രിക്ക് വ്യക്തതയില്ലേ? ഈ ഒരു വിഷയമാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ കേരള ആരോഗ്യ വിഭാഗം കൺവീനർ എന്ന രീതിയിൽ എനിക്ക് ആരോഗ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്.
പ്രത്യേകിച്ചും കഴിഞ്ഞ 4 വർഷക്കാലമായി കേരളത്തിലെ ആരോഗ്യ മേഖലയെ താറുമാറാക്കുന്ന നടപടിയാണ് ശ്രീമതി വീണ ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ശ്രീമതി വീണ ജോർജ് ഉള്ള ഇടത്ത് കോന്നി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഇന്ന് ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ അങ്ങ് പോയാൽ തന്നെ മതിയാവും. പ്രത്യേകിച്ചും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്നും ഇതിനെ പരിഹാസ്യവൽക്കരിക്കുകയാണ് ഇടതുപക്ഷം ചെയ്തത്. എന്നാൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ എല്ലാ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കുക തിരുവനന്തപുരത്ത് 2ാമതൊരു മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടത്തുകയുണ്ടായി. എന്നാൽ ഇതിന്റെ തുടർ നടപടികൾ നടക്കുകയോ ഇതിനുള്ള ഫണ്ട് വിനിയോഗം നടത്തുകയോ ഒന്നും ചെയ്യാതെ, കാരണം തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയെ 2ാമത്തെ മെഡിക്കൽ കോളേജാക്കി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവും അതിനുള്ള അംഗീകാരം ഒക്കെ നേടിയതാണ്. എന്നാൽ അതിന്റെ ഒരു ഫോളോ അപ്പ് എന്ന രീതിയിലോ അതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കാനോ പൂർണ്ണ പരാജയമാണ് ഈ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കഴിഞ്ഞ 9 വർഷമുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് ഈ PPE കിറ്റ് വിവാദം, മാസ്ക് വിവാദം നമുക്കറിയാം. 500 രൂപ മുതൽ 500 രൂപയ്ക്കകത്ത് മാത്രം മാർക്കറ്റ് വാല്യൂ ഉള്ള PPE കിറ്റ് എത്ര രൂപയ്ക്കാണ് ഇവർ വാങ്ങിയത്? 1500 1600 രൂപയ്ക്കല്ലേ ഇവർ വാങ്ങിയത്. അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതു ആരോഗ്യ മേഖലയിൽ കൊടുത്തുകൊണ്ടിരുന്ന കാരുണ്യ പദ്ധതി, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ കാരുണ്യ പദ്ധതിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കുമ്പോൾ ഇന്ന് ഇത് കാരുണ്യ പദ്ധതി പോലും നിർത്തലാക്കിയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, കുട്ടികളുടെ ആശുപത്രിയിൽ ബണ്ണും പാലും കൊടുക്കുന്നതിന് പോലും ഫണ്ട് നൽകാത്ത ഒരു സർക്കാരല്ലേ ഈ സർക്കാർ. അതുപോലെ തന്നെ കാരുണ്യ ചികിത്സാ പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് 1200 കോടി രൂപയാണ് ഇതുപോലെ ഫാർമസി കമ്പനികൾ മരുന്നുകൾക്കും ഒക്കെ കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് ഞാൻ PPE കിറ്റിന്റെ കാര്യം സൂചിപ്പിക്കുണ്ടായി. ഇന്ന് ആശുപത്രിയുടെ OP ടിക്കറ്റ് നിരക്ക് എത്ര രൂപയാണ്? 5 രൂപയായിരുന്നത് 10 രൂപയായി അടുത്തിടെ വർദ്ധിച്ചു. എന്നാൽ ഗവൺമെന്റ് എല്ലാം അങ്ങോട്ട് വാങ്ങുകയും നമ്മുടെ നികുതി പണം ഉൾപ്പെടെ സാധാരണ ജനങ്ങളുടെ നിന്ന് വാങ്ങുന്ന നികുതി പണം ഉൾപ്പെടെ വാങ്ങുകയും, എന്നാൽ ഒരു ബേസിക് ആയുള്ള ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു സാധാരണ ജനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാത്ത ഒരു സർക്കാരായി മാറുകയല്ലേ ഈ സർക്കാർ. നമുക്കറിയാം, താങ്കൾ പറയുന്നത് ഇതിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇത്തരം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യുമ്പോഴും അതെല്ലാം മറച്ചു വെച്ച് അവിടെ ഇപ്പൊ നമുക്കറിയാം ഹാരിസ് ഡോക്ടർ എന്ന ഡോക്ടർ ഒരു ഇടതുപക്ഷ അനുഭാവി കൂടിയാണ്. അദ്ദേഹത്തിന് പോലും ഒന്നും പറയാൻ പറ്റാത്ത, പറഞ്ഞപ്പോൾ എന്താ പറ്റിയത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അദ്ദേഹത്തെ തള്ളി പറയുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹത്തിന് നടപടികൾ വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ വരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് ചിലപ്പോൾ വകുപ്പ് മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥലമാറ്റം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ സർക്കാരിനടുത്ത് ചോദിക്കേണ്ടത്? ഇപ്പൊ ജനങ്ങൾ അടക്കം മരിച്ചു വീഴണമോ? ഇപ്പോൾ ഓരോ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലും ഓരോരുത്തരും പ്രതീക്ഷകളോടെയാണ്, ഡോക്ടർമാരെ വിശ്വസിച്ചാണ് ഓരോ ഓപ്പറേഷൻ തിയേറ്ററുകളിലും കടത്തിവിടുന്നത് രോഗികളെ. പക്ഷെ അവിടെ നിന്നുണ്ടാകുന്നത്, നേരത്തെ പറയുമ്പോൾ തന്നെ യൂറോളജിക്ക് വേണ്ട ഒരു സാധന സാമഗ്രികൾ പോലും ഇല്ല, ഭംഗിയും കത്രികയും പോലും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇതാണോ കേരളം നമ്പർ 1 എന്ന് പറയുന്നത്? നമ്മളിനി ആരാണ് എന്താണ് ഇത് നന്നാക്കാൻ വേണ്ടത്? ഇവിടെ ഇപ്പം ഒരു ഡോക്ടർ വിചാരിച്ചിട്ട് പോലും നടക്കാത്തൊരു കാര്യം ഇനി ആര് വിചാരിച്ചാൽ നന്നാകുമെന്നൊരു ചോദ്യങ്ങൾ വരുന്നുണ്ട്. താങ്കളടക്കം സമര പരിപാടികളിലൂടെ നേരത്തെ പറയുന്നത് താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സമര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതെല്ലാം എന്തെങ്കിലും ഫലവത്തായിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇന്ന് കേരള പൊതുസമൂഹം മൊത്തം ഈ കഴിഞ്ഞ 9 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിന് എതിരായി എന്നൊന്ന് മനസ്സിലാക്കാൻ പോലും ബുദ്ധിയില്ലാത്ത ഒരു മന്ത്രിയായി ശ്രീമതി വീണ ജോർജ് മാറിയിരിക്കുന്നു എന്നിട്ട് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. കാരണം നമ്മളൊക്കെ ഏറ്റവും അധികം ആരാധിക്കേണ്ട, അല്ലെങ്കിൽ ഏറ്റവും അധികം ഈ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ് ആരോഗ്യമന്ത്രി. എന്നിട്ട് ആ മന്ത്രി പറയുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. മന്ത്രി പറയുന്നത് എന്താണ്? ഈ സിസ്റ്റത്തിന്റെ ഫെയിലർ ആണ്. എന്നാൽ ഈ സിസ്റ്റം ആരാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഈ ജനങ്ങളാണോ? നമ്മളെ പോലുള്ളവരാണോ? കഴിഞ്ഞ 9 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന നമ്മളൊക്കെയാണോ ഈ സിസ്റ്റം കൈകാര്യം ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഏതെങ്കിലും അധികാരികളുടെ തലയിലിട്ട് ഇനി വേണമെങ്കിൽ ഒരു നടപടി എന്ന രീതിയിൽ, എന്തായാലും ഹാരിസ് ഡോക്ടർ ഇനി നടപടിയെടുക്കാൻ സാധ്യതയില്ല. കാരണം പൊതുസമൂഹം മൊത്തം ഹാരിസ് ഡോക്ടറിന് പൂർണ്ണ പിന്തുണ നൽകിയുണ്ട്. എന്തായാലും ഹാരിസ് ഡോക്ടറിനെ ഇനി തൊടുവെന്ന് പ്രതീക്ഷയില്ല. എന്നാൽ ഇനി ഏതെങ്കിലും ഒരു മെഡിക്കൽ സൂപ്രണ്ടിനെയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കരുവാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ തലയിൽ സർക്കാർ നല്ലതാണ് ചെയ്യുന്നത്, എന്നാൽ ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ആരാണ് ഈ സിസ്റ്റം കൈകാര്യം ചെയ്യേണ്ടത് എന്റെ ശരത്തെ? അപ്പോ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ മിമിക്ക് കാണിച്ചു. എന്നാൽ ആ കാലമൊക്കെ കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിനൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായുള്ള ഇൻഫർമേഷൻ
ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടിയുമായി ഈ ആരോഗ്യ മേഖലയെ തകർക്കുന്ന ഇത്തരത്തിലുള്ള മനോഭാവമായി ശ്രീമതി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ, ഇടതുപക്ഷ സർക്കാരിലെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇതിന് തുനിഞ്ഞിറങ്ങിയാൽ ഇതിനെതിരെ ശക്തമായുള്ള പ്രതിഷേധ പരിപാടികളായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. പ്രത്യേകിച്ച് കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട്, ആരോഗ്യ മേഖലയിലുള്ള വിദ്യാർത്ഥികളൊക്കെ അണിനിരത്തിക്കൊണ്ട് സർക്കാരിനെതിരെയുള്ള സമര പരിപാടികളായിട്ട് മുമ്പോട്ട് പോകും. കഴിഞ്ഞ കാലയളവിൽ നമുക്കറിയാം കോവിഡ് സമയത്തൊക്കെ ഉണ്ടായ അപാകതകൾ, പ്രത്യേകിച്ചും ആംബുലൻസിൽ ഉൾപ്പെടെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയുണ്ട്. ഇതാണോ ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞ ഇവർ പി കിറ്റ് വിവാദം, അതുപോലെ തന്നെ മാസ്കിന്റെ പേരിലുള്ള വിവാദം, അതുപോലെ തന്നെ ICU ഉൾപ്പെടെ സ്ത്രീകൾക്ക് സംരക്ഷണമില്ലാതെ, ആശുപത്രികൾ സംരക്ഷണമില്ലാതെ, ആശുപത്രികൾ പോലും സംരക്ഷണമില്ല. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടർച്ചയായി ഉണ്ടായ തീപിടുത്തങ്ങൾ, അതുപോലെ തന്നെ പുതുതായി അനുവദിച്ച മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. പ്രത്യേകിച്ച് കോന്നി മെഡിക്കൽ കോളേജ്, പാലക്കാട് മെഡിക്കൽ കോളേജിലൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് മുമ്പോട്ട് പോകാൻ മെഡിക്കൽ വിദ്യാർത്ഥികൾ വളരെയധികം കഷ്ടപ്പെടുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ നമുക്ക് പോയി അറിയാം, രാത്രി കാഷ്വാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന PG ഉൾപ്പെടെയുള്ളവർ, ഹൗസ് സർജൻസിക്കാർ ഉൾപ്പെടെയുള്ളവർ. ഇതിനു മുമ്പല്ലേ ഡോക്ടർ വന്ദനദാസിന്റെ വിഷയം ഉണ്ടായത്? അപ്പോഴിവർ എന്താണ് പറഞ്ഞത്? അതിനുശേഷം നിരവധി അനുഭവങ്ങൾ, പ്രത്യേകിച്ച് 1 മാസത്തിന് മുന്നേ വരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ഒരു ഡോക്ടറെ കൈകാര്യം ചെയ്തല്ലോ. എന്ത് സംരക്ഷണമാണ് ഒരു ഡോക്ടർക്ക് ഇവർക്ക് നൽകുന്നത്? ഒരു മെഡിക്കൽ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്ത് സംരക്ഷണമാണ് കൊടുക്കുന്നത്? സാധാരണ ജനങ്ങൾക്ക് എന്ത് സംരക്ഷണമാണ് കൊടുക്കുന്നത്? അതുകൊണ്ട് ചേർത്തെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി ഈ സർക്കാർ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വളരെ ശക്തമായുള്ള പ്രതികരണം കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ അണിനിരത്തിക്കൊണ്ട്, ഈ കേരളത്തിലെ മുഴുവൻ ആളുകളെയും അണിനിരത്തിക്കൊണ്ട് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഉള്ള സമരപരിപാടികളായിട്ട് മുമ്പോട്ട് പോകും. ഇത് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിന് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്ന ഏറ്റവും വലിയ വിഷയമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു ജനത്തിന് അല്ലെങ്കിൽ ഒരു രോഗിക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാൻ പറ്റിയില്ലെങ്കിൽ ഈ സർക്കാർ രാജിവെക്കണം. പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രി അടിയന്തരമായി രാജിവെക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. താങ്കളടക്കമുള്ള ഡോക്ടർമാർ ഒരുപാട് ആഗ്രഹം കാണുമായിരിക്കും ഒരു സർക്കാരിന് വേണ്ടി സേവനം ചെയ്ത് അതിന്റെ ശമ്പളം കൈപ്പറ്റുക എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥകൾ, രോഗികളുടെ പ്രാക്കാണ് ഓരോ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഉയരുന്നത്. അതായത് അവിടെ ഒരു രോഗിക്ക് 1000 ഒന്നും അല്ല, 1000 രോഗിക്ക് ഒരു ഡോക്ടർ എന്നാണ് കണക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് ഇവിടെ ഗവൺമെന്റ് ഡോക്ടർമാർക്ക് രക്ഷയുള്ളത്? സ്വാഭാവികമായിട്ടും അവരും ഫ്രസ്ട്രേറ്റഡ് ആവും. ഡോക്ടർ ഹാരിസ് തന്നെ പറഞ്ഞത് പലപ്പോഴും പൊട്ടിത്തെറിക്കേണ്ട അവസരം വന്നിട്ടുണ്ട്. കാരണം അവിടെ സിസ്റ്റം, നേരത്തെ പറയുന്നത് സിസ്റ്റം ശരിയല്ല. ഇനി എപ്പോഴാണ് സിസ്റ്റം ശരിയാകാൻ പോകുന്നത്? സ്വാഭാവികമായിട്ടും ആളുകൾ പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ എത്ര പണം കടം വാങ്ങിയും അല്ലെങ്കിൽ കുടുംബം വിറ്റും പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് പോകുന്നത് ഈ ഒരു സാഹചര്യം കൊണ്ടല്ലേ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ചും ഈ ഗവൺമെന്റ് ഡോക്ടർമാർക്കെതിരെ ഒരു കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണ് സർക്കാർ. ആരൊക്കെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരെ സ്ഥലം മാറ്റുക, അവർ കംഫോർട്ടബിൾ അല്ലാത്ത സീറ്റിലോട്ട് മാറ്റുക, അങ്ങനെ പ്രതികാരദാഹിയായി ഈ സർക്കാരും ഈ ഭരണകൂടം മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇന്ന് പല ഡോക്ടർമാരും ഇതിനെതിരെ പ്രതികരിക്കാൻ തന്നെ ഭയന്നുകൊണ്ടാണ്, കഴിഞ്ഞ 9 വർഷക്കാലമായി ഡോക്ടർമാർ ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം എന്തെങ്കിലും രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. എന്നാൽ ഹാരിസ് ഡോക്ടറെ ഈ വിഷയത്തിൽ ഞാൻ പൂർണ്ണമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം തന്റെ ജോലി പോയാലും വേണ്ടില്ല, എന്നാൽ തനിക്ക് 23 വയസ്സുകാരനായ ഒരു വ്യക്തിക്ക് ഒരു അടിയന്തര സർജറി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ താൻ എന്തിനാ ഈ ഡോക്ടറായി ഇരിക്കുന്നത്, ഈ ജോലി പോണെങ്കിൽ പൊക്കോട്ടെ എന്ന് ധീരമായി പ്രവർത്തിച്ച ഒരു ഡോക്ടറാണ് ഹാരിസ് ഡോക്ടർ. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഹാരിസ് ഡോക്ടറിന് പൂർണ്ണ പിന്തുണ നൽകുന്നത്. ഇതുപോലെയുള്ള പ്രതികരണങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് സർക്കാർ തന്നെ ഈ ഡോക്ടർമാരെയും ഈ ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ സർക്കാരിനെതിരെ പ്രതികരിക്കുമ്പോൾ അവരെയൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഈ സ്ഥലം മാറ്റവും ഒക്കെ. ഇത്തരത്തിലുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് പലപ്പോഴും ഇന്ന് ആർക്കും പ്രതികരിക്കാൻ തന്നെ കഴിയാത്ത ഒരു സാഹചര്യമായി നിലവിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ ഒരുപാട് സൂചിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രതികരിക്കാൻ തയ്യാറാണ്. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ പല ഡോക്ടർമാരുമായിട്ട് പല പ്രൊഫസർമാരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടായി. എല്ലാവരും പല തരത്തിലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ പൊതുസമൂഹത്തിനോട് അവർക്ക് പറയാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതികരിക്കാത്തത്. ഈ സിസ്റ്റം ശരിയാവണമെങ്കിൽ തീർച്ചയായും ഈ ഒരു ഗവൺമെന്റ് മാറണം. വീണ ജോർജ് ഈ ഒരു സ്ഥാനത്തിരിക്കാൻ അവർ യോഗ്യതല്ല. അത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ അടിക്കടിയായി നടക്കുന്ന സംഭവങ്ങളെല്ലാം കേവലം ഒറ്റപ്പെട്ട വിഷയങ്ങളെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പേ ആരോഗ്യമന്ത്രി ഒരു ആശുപത്രി സന്ദർശിക്കുകയുണ്ടായി. ഒരു മിന്നൽ പരിശോധന എന്ന് പറഞ്ഞാണ് അവർ ആശുപത്രിയിൽ പോയത്. മരുന്നിന്റെ പേരൊക്കെ പറഞ്ഞ് മരുന്നുണ്ടോ ഇല്ലയോ. അപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ അറിയാം, ആരോഗ്യമന്ത്രി സ്വയം ട്രോളാൻ വേണ്ടി ഇറങ്ങിയതാണെന്നാണ് നമ്മൾ ചിന്തിച്ചത്. കാരണം ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു മരുന്നും ആശുപത്രിയിലില്ല. അപ്പോ ഈ സിസ്റ്റം ശരിയാക്കേണ്ടത് ആരാണ്? ആരോഗ്യമന്ത്രിയല്ലേ. അല്ലാതെ ആരോഗ്യമന്ത്രി അവിടെ വന്നൊരു മിന്നൽ പരിശോധന നടത്തി മരുന്നില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടിന്റെയും അവിടുത്തെ ഉദ്യോഗസ്ഥരെയൊക്കെ സ്ഥലം മാറ്റിക്കൊണ്ട് അവരുടെ തലയിൽ കെട്ടിവെച്ചാണ് നിൽക്കേണ്ടത്. ഭാഗമായി ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള ഈ പരാതിയുമായി ജനങ്ങൾ മുമ്പോട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ കണ്ടതാണ്. പല രോഗികളും ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കേണ്ട അവസ്ഥ. പ്രത്യേകിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 2022 അവിടുത്തെ സർജറി ബ്ലോക്ക് 3 നിലയിലുള്ള സർജറി ബ്ലോക്ക് ഒഴിപ്പിച്ചുകൊണ്ട് മറ്റ് പേവാർഡിലൊക്കെ രോഗികളെ കിടത്തിയുണ്ടായി. എന്നാൽ 3 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുന്നു പറഞ്ഞു. ഇന്ന് ശരത്തിന് അവിടെ പോയി നോക്കിയാൽ അറിയാം, കെട്ടിടത്തിന്റെ ഒരു കല്ല് പോലും വയ്ക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇന്ന് ആശുപത്രി വാർഡുകൾ നോക്കണം. ഈ രോഗികൾ, ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികൾ, ഈ പലതരത്തിലുള്ള അസുഖങ്ങളാൽ വന്ന ഈ രോഗികളൊക്കെ നിലത്ത് കിടക്കുന്ന ഒരു സാഹചര്യം, അവർ കൂട്ടിരിപ്പുകാർ വരാന്തയിൽ കിടക്കുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിലുള്ള ഒരു കേരള മോഡലാണോ ഇവർ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത്? ഇന്ത്യ മൊത്തം ചർച്ച ചെയ്തൊരു വിഷയമാണല്ലോ കോവിഡിനേഷനുള്ള വിഷയം. ഇന്നെടുത്ത് നോക്കി, ഇന്നും കോവിഡ് കേസുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പിന്നെ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടു തെരുവുനായ ആക്രമണം. കേരളത്തിൽ വ്യാപകമായി തെരുവുനായ ആക്രമണത്തിൽ പേവിഷബാധ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനൊക്കെ എതിരെയുള്ള ഒരു മുൻകരുതൽ ഒരു തരത്തിൽ സ്വീകരിക്കാൻ കേരള സർക്കാരിന് ആയിട്ടില്ല. കോവിഡിന്റെ വിഷയത്തിൽ പൂർണ്ണ പരാജയമായിരുന്നു കേരള സർക്കാർ. അത് ഈ പലതരത്തിലുള്ള PR ഏജൻസി കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ സ്റ്റാൻഡ് മാത്രം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമായിട്ടാണ് മുമ്പോട്ട്. അതല്ലാതെ വനത്തിൽ ഒരു തരത്തിലുള്ള റിസൾട്ടും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് ഒന്ന് നോക്കുക, ഇത്രയും വലിയൊരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണിട്ട് വരേണ്ടത് അവിടെ എന്താണ് ഉണ്ടായത്, അവിടെ പരിശോധിക്കണം, അവിടെ ആളുകൾ കുടുങ്ങി കടന്നിട്ടുണ്ടോ, അതൊന്നും നോക്കാതെ കൃത്യമായി മാധ്യമങ്ങളെ കണ്ട്, അതായത് പെട്ടെന്ന് രാഖി രാജമാനുമാണ് ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്, 2 മന്ത്രിമാരെത്തുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നമൊന്നുമില്ല, 2 പേർക്ക് നിസ്സാര പരിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് തടി തപ്പുന്നു. വിഷയം അത്രയും ആ സമയത്ത് നമ്മളൊന്ന് ആലോചിക്കുക, അത്രയും നേരം കൂടെ ആ സ്ത്രീ അവിടെ കിടന്ന് പെടുകയാണ്. രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത് ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെയല്ലേ മനുഷ്യത്വം നോക്കേണ്ടത്. അവിടെ സ്വാഭാവികമായിട്ടും അവിടെ പോയിട്ടുണ്ടെന്ന് ആളുകൾ ഉണ്ടോ എന്ന് നോക്കേണ്ട ഒരു കാര്യം കൂടെ അല്ലേ. നമ്മളൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ, റോഡിൽ അപകടം ഉണ്ടായാൽ പോലും വണ്ടി മാറിയിട്ട് നമ്മളെ രക്ഷിക്കാൻ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കടക്കുകയുള്ളൂ. അങ്ങനെ ഒരു ബേസിക് നോളജ് പോലും ഇല്ലാത്തൊരു, അങ്ങനെ ബേസിക് ആയിട്ട് കോമൺ സെൻസ് പോലും ഇല്ലാത്തൊരു മന്ത്രി എന്ന രീതിയിലേക്ക് തരം താഴുകയല്ലേ വീണ ജോർജ് അവിടെ ചെയ്യുന്നത്. ഇവര് എനിക്ക് മനസ്സിലായത്, ആരോഗ്യമന്ത്രിക്ക് ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഇവര് വളരെ ലാഘവത്തോടുകൂടിയാണ് ഏതൊരു വിഷയം വന്നാലും പ്രതികരിക്കുന്നതും അതിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതും. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായി, അതെന്താണെന്ന് അന്വേഷിച്ച് ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ ഉടൻ തന്നെ അതിനോട് രക്ഷാപ്രവർത്തനം നടക്കുന്നതിന് പകരം അവിടെ വീണ്ടും വന്ന് ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനമാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നടത്തുന്നത്. അതിൽ എന്ത് യുക്തിയാണ് അതിലുള്ളത്? അല്ലെങ്കിൽ കൃത്യമായി ആശുപത്രി അധികാരികളുമായിട്ട് സംസാരിച്ചുകൊണ്ട് അവിടെ എത്ര പേരുണ്ടായിരുന്നു, അവിടുത്തെ CCTV ഒക്കെ പരിശോധിച്ചുകൊണ്ട് നമുക്കറിയാമല്ലോ ആരെങ്കിലും കുടുങ്ങിക്കിടന്നുണ്ടോ, അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരടുത്തൊക്കെ ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കി ആരെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടോ, ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാമല്ലോ. അതൊന്നും ചെയ്യാതെ ആശുപത്രിയിലേക്ക് വരിക, പത്രസമ്മേളനം നടത്തുക. മാധ്യമങ്ങളെ കാണുമ്പോൾ ആരോഗ്യമന്ത്രിയുടെ സ്വഭാവം മാറുന്നു. അവരെ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു, പിന്നെ തിരുത്തി പറയുന്നു, പിന്നെ അടുത്ത നാളെ ഉദ്യോഗസ്ഥനെ കുറ്റം പറയുന്നു, സ്ഥലം മാറ്റുന്നു. അതല്ലാതെ വേറെ എന്താണ് ഇവർ ചെയ്യുന്നത്? ഈ ആരോഗ്യമന്ത്രി എന്ന് കേരളത്തില് ഒരു പോസ്റ്റ് വെച്ചിട്ട് എന്താണ് ആരോഗ്യമന്ത്രി ചെയ്യുന്നത് എന്ന് സാധാരണ ജനം ചോദിച്ചാൽ എന്ത് മറുപടിയാണ് ആരോഗ്യമന്ത്രി കൊടുക്കാൻ സാധിക്കുക? ഇവിടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയല്ലേ. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആരോഗ്യ മേഖല തീർച്ചയായിട്ടും നശിപ്പിക്കുന്ന ഒരു പ്രവണത. വേറൊരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ കാലയളവിൽ കേരളത്തില് ആരോഗ്യ മേഖലയിൽ അനധികൃത നിയമനങ്ങൾ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാണല്ലോ എല്ലാ പോസ്റ്റിലും ഇനി എംപ്ലോയ്മെന്റ് വഴിയാണ് എടുക്കുന്നുള്ളത്. എന്നാൽ ഇന്ന് ആരൊക്കെയാണ് ആരോഗ്യ മേഖലയിൽ കടന്നുകൂടുന്നത് ഒന്നും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ വ്യക്തമാവും. ഇവരുടെ പാർട്ടിക്കാരെ മാത്രം തിരികെ കയറ്റിക്കൊണ്ട് എല്ലാ പോസ്റ്റുകളിലും, പ്രത്യേകിച്ച് NHM ഒക്കെ, നാഷണൽ ആയുഷ് മിഷനിലൊക്കെ എല്ലാം ഇന്റർവ്യൂവില് ഇവരുടെ ആൾക്കാരെ എടുക്കുക. ഇതുവഴി ഇവരുടെ പാർട്ടി അനുഭാവികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് കമ്മീഷനായി ഈ ഒരു ആരോഗ്യ മേഖലയെ മാറ്റി. ഇങ്ങനെ ഇത്തരത്തിൽ ക്വാളിറ്റി ഇല്ലാത്ത ആളുകളെ ഈ ആരോഗ്യ മേഖലയിൽ കുത്തി നിറച്ചുകൊണ്ട് ഈ ആരോഗ്യ മേഖലയെ തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സ്ഥിതി വിശേഷണത്തിലേക്ക് ഈ മന്ത്രി എത്തിച്ചിരിക്കുകയാണ്. കേരള ചരിത്രത്തിൽ ആരോഗ്യ മേഖലയെ നശിപ്പിച്ച ഒരു മന്ത്രി എന്ന ലേബൽ ശ്രീമതി വീണ ജോർജിന് വരാൻ പോവുകയാണ്. ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പഴയ കാലമല്ല. ഇനി PR ഏജൻസി, ഏത് ഏജൻസിയെ നിങ്ങൾ ഏൽപ്പിച്ചാലും
നിങ്ങൾ ഇനി ഒരു പത്രസമ്മേളനം നടത്തിയാൽ പോലും അതില് നിങ്ങൾ ജനങ്ങൾക്ക് ജീവന് കാണിക്കുന്ന ലാഘവത്തോടെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും. ആരോഗ്യമന്ത്രി ഉടൻ തന്നെ ഈ വിഷയത്തിൽ രാജിവെക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അവസാനമായിട്ടൊരു ചോദ്യം, നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള സമര പരിപാടികളുമായിട്ടായിരിക്കും? നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗമായ ഒരു ഡോക്ടർ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അടിയന്തര വിഷയമായിട്ട് മാറിയിരിക്കുന്നുള്ളൂ. പ്രതിപക്ഷത്തിന് ശബ്ദം ഉയർത്തുക എന്നുള്ളൊരു പൊതുവികാരം കൂടി ഉണ്ടാകും ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലുള്ള സമരമുറകളിലൂടെ ആയിരിക്കും നിങ്ങൾ ഇതിനകത്ത് പ്രതികരിക്കാൻ പോകുന്നത്? ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിലൊരു മെയിനായിട്ടുള്ള ആവശ്യം തന്നെയായിരുന്നു കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അനാസ്ഥ എന്നുള്ളത്. അത് സംബന്ധിച്ച് ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിൽ നടത്തുകയുണ്ടായി. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോ കഴിഞ്ഞ ആരോഗ്യ സർവകലാശാല ഇലക്ഷനിൽ തന്നെ കേരള വിദ്യാർത്ഥി യൂണിയന് വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ മെഡിക്കൽ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് അവരുടെ ഓരോ വിഷയങ്ങളും പഠിച്ചുകൊണ്ട് അവിടുത്തെ രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെ പ്രശ്ന പരിഹാരത്തിനും കേരള വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടാവും, അത് ഗവൺമെന്റുമായി യോജിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പഠിച്ച് വേണ്ട മാറ്റങ്ങൾ ഗവൺമെന്റിന് മുമ്പിൽ നിർദ്ദേശിച്ചുകൊണ്ട് അതും നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായി വന്നില്ല എങ്കിൽ എല്ലാ മെഡിക്കൽ കോളേജിലും ഇപ്പം ഇന്ന് തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച്. അങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജിലേക്കും നമ്മൾ ഇരച്ചു കയറുകയാണ്. അവിടുത്തെ രോഗികളുടെ വിഷയങ്ങൾ പഠിക്കാൻ, അവിടുത്തെ രോഗികളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. നമ്മൾ ഗവൺമെന്റുമായി യോജിച്ചു പോകാൻ തയ്യാറാണ്. നമ്മുടെ രോഗികൾക്ക് നല്ല നിർദ്ദേശങ്ങൾ നമ്മൾ വയ്ക്കും. അത് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി സമര പരിപാടികളായിട്ട് മുമ്പോട്ട് പോകും. കേരളത്തിലെ എല്ലാ മെഡിക്കൽ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് നമ്മൾ സമര പരിപാടിയായിട്ട് മുമ്പോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാൻ. വളരെയധികം ശ്രീ സാജൻ നമ്മോടൊപ്പം പ്രതികരിച്ചത്.